ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തു. ഈ അതിരടി ഫെസ്റ്റ് ന്യൂസ് പിറ്റേ ദിവസം വന്നത് എന്താ, രഞ്ജനി ഹരിദാസ് കണ്ണൂരിൽ ആളെ തെറി വിളിച്ചു എന്ന്. വാട്ട് ഇസ് ഗോയിങ് ഓൺ? അതിനിടയിൽ ബാരിക്കേഡ് തകർത്തു, അലമ്പ്. ഞാൻ സോറി അളിയാ, ആൾക്കാർക്ക് തലയിൽ പ്രാന്തായ പോലെ. ചിലവർക്ക് 0%, ചെക്കന്മാർ മാത്രമല്ല പെൺകുട്ടികൾ എല്ലാവരും. എത്ര പേരെ തലറിങ്ങി വീണെന്നറിയാവോ? ചേട്ടാ എന്നെ രക്ഷിക്കൂ, അവരുടെ അറ്റൻഷൻ വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നെ പീഡിപ്പിക്കാൻ നോക്കിയതോ? Hello everyone, welcome back to yet another episode of My Take. എൻ്റെ ഒപ്പീനിയൻ. സോ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു ഇവൻറ്റ് ചെയ്തു. ആൻഡ് ഫോർ സം റീസൺ അവിടെ സ്റ്റേജിൽ നടന്ന കുറച്ച് സംഭവം ഭയങ്കര വൈറൽ, ദാറ്റ്സ് ദ വേർഡ് റൈറ്റ്, വൈറലായി. ആൻഡ് ദാറ്റ് മേഡ് മീ തിങ്ക്. അപ്പം തന്നെ ഞാൻ ആലോചിച്ചു, ഓ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് സംസാരിച്ചാലോ എന്ന്. സോ ടു ബി വെരി ഓണസ്റ്റ്, I don't know what I'm going to exactly be talking about, പക്ഷെ I know it's important. Okay, so ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസസ് ആദ്യം പറയാം. ഞാൻ എൻ്റെ ഒരു 15 വയസ്സ് തൊട്ട് സ്റ്റേജ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്, റൈറ്റ്? ഞാൻ കുറേ ഷോസ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലി മോർ ദൻ, ഐ കാൺട്ട് ഈവൻ കൗണ്ട്, മോർ ദൻ 5,000, 10,000. എനിക്കറിയത്തില്ല, ബിക്കോസ് ഐ ഹവ് നെവർ കെപ്റ്റ് ട്രാക്ക് ഓഫ് ഇറ്റ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഐ ഷുഡ് ഹവ് കെപ്റ്റ് ട്രാക്ക് ഓഫ് ഇറ്റ്, ബട്ട് I really haven't. So no clue എത്ര ഷോസ്. പക്ഷേ ഈ സ്റ്റേജിൽ നിന്നും നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഓഡിയൻസിൻ്റെ ഒരു മെൻറ്റാലിറ്റിയുമാണ്, അല്ലേ? സോ കുറേ ഗുഡ് എക്സ്പീരിയൻസസ് ഉണ്ട്, കുറേ ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ട്. ഓഡിയൻസിൽ നിന്നും ഗ്രേറ്റ് എക്സ്പീരിയൻസസ് ഉണ്ട്, നോട്ട് സോ ഗ്രേറ്റ് എക്സ്പീരിയൻസസ് ഉണ്ട്. സ്റ്റേജിൽ വന്നവരിൽ നിന്നും ഗ്രേറ്റ് എക്സ്പീരിയൻസസ് ഉണ്ട്, നോട്ട് സോ ഗ്രേറ്റ് എക്സ്പീരിയൻസസ് ഉണ്ട്. നമ്മൾക്ക് ഓരോരുത്തരുടെയും ദിവസം, ടൈം, സമയം, പേഴ്സണാലിറ്റി, മൂഡ്, എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്. ഓക്കെ, ചിലപ്പം എൻ്റെ മൂഡ് നല്ല അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് അത്രയും നന്നായിരിക്കില്ല. എൻ്റെ മൂഡ് ഗ്രേറ്റ് ആണെങ്കിൽ മേ ബി മൈ പെർഫോമൻസ് വിൽ ബി ഈവൻ ബെറ്റർ. സംടൈംസ് ക്രൗഡിനെ കാണുമ്പോൾ മൂഡ് ഇല്ലാത്ത എൻ്റെ മൂഡ് ബെറ്റർ ആവും. സോ ഇറ്റ്സ് all ഒരു ഫോർമുല, it all works on സ്ഥലം, കാലം, and some good luck and blessings and all of that. Okay, the reason I'm saying this is ഈ അതിരടി ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാലിക്കറ്റ് ബീച്ചിൽ നടന്ന ഒരു ഇവന്റിൽ സ്റ്റേജിൽ 1-2 ഇൻസിഡൻസ് നടന്നു. നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെയാണ് കാണാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു, നമ്മളെ കുറച്ച് കുട്ടികളെ നമ്മൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ചെയ്യാം. ആയിഷ ഒരാൾ കാണുന്നില്ല എന്ന് പറയുമ്പോ തമാശ. ഇതാണ് മനുഷ്യരുടെ പ്രശ്നം. 10 പേര് ചാവുമ്പോ കിടന്ന് ചിരിക്കും. കാര്യമാണ്. നിങ്ങൾ ഇത്രയും മനോഹരമായി നിൽക്കുമ്പോ എട്ടൊക്കെ ഒരെണ്ണം. എന്റെ മുഖം ഞാൻ മറക്കൂല. ആ ഇൻസിഡൻസിനെ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായമായിട്ട് കുറേ ആൾക്കാർ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും 90% ഓഫ് ദ വീഡിയോസ് വർ സെയിങ് വി ഡിഡ് ദ റൈറ്റ് തിങ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. പക്ഷേ ഈ എല്ലാ വീഡിയോസും കണ്ടപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ സത്യാവസ്ഥ ആക്ച്വലി എന്താ നടന്നതെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് ഡൗട്ട് തോന്നി. ബിക്കോസ് വാട്ട് ഹാപ്പൻഡ് ദേ, ചിലവർക്കൊക്കെ അതൊരു 75% കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ചിലവർക്ക് 25% കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ, ചിലവർക്ക് 0% കറക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. വെരി ഫ്യൂ പീപ്പിൾ, എനിക്ക് തോന്നുന്നു അവിടെ വന്ന ആൾക്കാരിൽ കുറച്ച് പേരായിരിക്കാം ആ വീഡിയോസ് ഇട്ടത്, അവർക്കൊരു 80% they would have got it right. So I wanted to tell you what happened exactly, and after that I'll go into what I want to share. Okay, so അതിരടി ഫെസ്റ്റ് ഭയങ്കര ക്രൗഡായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് 100,000-ൽ പരം ആൾക്കാരാണ് ആ ബീച്ച് ഫെസ്റ്റിവലിൽ എത്തിയത്. ആ സിനിമയുടെ പ്രൊമോഷനായിട്ടാണ് ആ ഇവൻറ്റിന് വേണ്ടി ഞങ്ങൾ എത്തിയത്. സിനിമയുടെ എല്ലാ ആൾക്കാരുണ്ടായിരുന്നു. ഞാനാണത് ഹോസ്റ്റ് ചെയ്യാൻ എത്തിയത്. 6:30-ക്കാണ് ഈ ഷോ തുടങ്ങേണ്ടത്. ഓക്കെ, കാലിക്കറ്റ് ബീച്ചിനെ കുറിച്ചൊരു സംഭവം അറിയണമെങ്കിൽ അവിടെ ഒരു ഷോ ഇവൻറ്റോ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി അത് ഫ്രീ ആണെങ്കിൽ അത്രയധികം ജനത്തിരക്കാണ് അതിലേക്ക് വരുന്നത്. സോ ഞാൻ എൻ്റെ ഹോട്ടലിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങി. 6:30-ക്കാണല്ലോ ഇവിടെ, 15 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഞാൻ അവിടെ 6:30-ക്ക് 5 മിനിറ്റ് മുമ്പ് എത്തിയാൽ മതി. 6 മണിക്ക് ഇറങ്ങിയ ഞാൻ അവിടെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിട്ട് 7 മണിക്കും എത്തിയിട്ടില്ല സ്റ്റേജിൽ. ഓക്കെ, ദിസ് ഇസ് എ ഫാക്ട്, ബിക്കോസ് ഐ ഗോട്ട് ജസ്റ്റ് സ്റ്റക്ക്. പിന്നെ അതിനിടയിൽ ആ ഡ്രൈവർ ചേട്ടൻ പോലീസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു 1 വേയിലൂടെ കയറ്റി അവിടെ വേറൊരു 1/2 മണിക്കൂർ. സോ ഞാൻ സ്റ്റേജിൽ കയറിയപ്പോൾ തന്നെ ഒരു 1 hour ലേറ്റാണ്. ഡ്യൂ ടു നോ ഫോൾട്ട് ഓഫ് മൈൻ ഓർ ദ ഡ്രൈവർ ചേട്ടൻസ്, വി ജസ്റ്റ് കുഡന്റ് മൂവ് അറ്റ് ഓൾ. ഓക്കെ, പക്ഷേ അവർ സ്റ്റേജ് ഷോ തുടങ്ങാതെ എനിക്ക് വേണ്ടി കാത്തിരുന്നു. സോ ഓൾറെഡി 100,000 ആൾക്കാർ ഈ സ്റ്റേജിലുണ്ട്. they are going nuts. അതിനിടയിൽ ബാരിക്കേഡ് തകർത്തു, മുന്നോട്ട് വന്നു, ഇതൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ അറിയുന്നില്ല. എന്നിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഈ ബീച്ചിനടുത്ത് എത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു
200 മീറ്റർ അപ്പുറത്തുനിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നാണ് സ്റ്റേജിൽ എത്തുന്നത്. നടന്നല്ല, ഓൾമോസ്റ്റ് ഓടിയാണ് എത്തുന്നത്. ബിക്കോസ് ആൾക്കാരുടെ തല്ല് കിട്ടാനുള്ള അവസ്ഥ എനിക്ക് വേണ്ടല്ലോ. വി ഡോണ്ട് വാണ്ട് ദാറ്റ് ബിക്കോസ് വി വോണ്ട് ടു ഹാവ് എ ഗുഡ് ഷോ, റൈറ്റ്? ആൻഡ് ഇത്രയും അധികം ആൾക്കാർ വരുമ്പോൾ ദർ സംതിങ് കോൾഡ് ക്രൗഡ് മെന്റാലിറ്റി, മോബ് മെന്റാലിറ്റി ദാറ്റ് ടേക്സ് ഓവർ. ആ മോബ് മെന്റാലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ബാരിക്കേഡ് തകർക്കുന്നതും കുറച്ച് അഗ്രസീവ് ആവുന്നതും ഒക്കെ. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ക്രൗഡ് ഒന്ന് അഗ്രസീവ് ആയി കഴിഞ്ഞാൽ അവരെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് very difficult for anybody, let alone an anchor. Okay, so now 7:30 എന്തോ ആയി ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ. ഓക്കെ, സ്റ്റേജിൽ കയറി ആദ്യം തന്നെ ഞാൻ സോറി അളിയാ, ഐ എം ദ സോറി അളിയാ എന്ന് പറഞ്ഞ് സോറി വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പം ആദ്യം ആക്ച്വലി അവർ പറയുന്ന കേട്ടത് അവിടെ വെള്ളമില്ല. ഓക്കെ, ദർ വാസ് നോ വാട്ടർ. ക്രൂ ചെയ്യേണ്ട പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് വെള്ളം വാങ്ങിക്കാനോ എടുക്കാനോ ഈ തിരക്കിൽ നിന്ന് ഇറങ്ങാനൊരു സംവിധാനം അവിടെ ഇല്ല. സഡൻലി ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, മേ ബി വി ഷുഡ് ഗെറ്റ് ദം സം വാട്ടർ. ഓക്കെ, അപ്പം ഞങ്ങൾ ബാക്ക് സ്റ്റേജിൽ നിന്ന് പോയി, ഞാൻ തന്നെ ബാക്ക് സ്റ്റേജിൽ നിന്ന് പോയി ഒരു കാട്ടിൻ വെള്ളം കൊണ്ടുവന്ന് ആൾക്കാർക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ വന്നു എന്ന് തോന്നുന്നു. അപ്പം അവർ കുറച്ചൊക്കെ നേരം മാനേജ് ചെയ്തു. എന്നിട്ട് ആ സോറി പറഞ്ഞു, എല്ലാം ഓക്കെ ആയി, അവർ കാം ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ട് ഈ എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും കുറച്ച് ആൾക്കാർ. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഒരു കാര്യം ചെയ്യുമ്പം വേറെ കാര്യം പറഞ്ഞ് അറ്റൻഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചെക്കന്മാർ, അല്ലെങ്കിൽ ചെക്കന്മാർ മാത്രമല്ല, പെൺകുട്ടികൾ എല്ലാവരും. അപ്പം നമ്മളൊരു സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ സൈഡിൽ കൂടെ കളിയാക്കുന്ന ആൾക്കാർ. ആദ്യമൊക്കെ ഈ വെള്ളം കൊടുക്കുന്ന സമയത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് വിട്ടു. ഓക്കെ, പിന്നെ പെട്ടെന്ന് ഈ ഷോ തുടങ്ങിയ സമയത്ത് കുറേ കുട്ടികളെ കാണുന്നില്ല. ഇത് ഒരു കുട്ടിയല്ല കാണാതായത് അന്നത്തെ ദിവസം. ഓക്കെ, ഒരു 10-20 കുട്ടികളെ ആ ദിവസം കാണാതായിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വിചാരം ഒരു കുട്ടിയാണെന്ന്. നോ, ദർ വാസ് എ ലിസ്റ്റ്. ആൻഡ് ഈ ലിസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് കോഴിക്കോട്ടിലെ ആൾക്കാർ ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം കേട്ടോ, ആര് എപ്പോൾ ബാക്ക് സ്റ്റേജിൽ വന്ന് കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞാലും OT സ്റ്റേജിൽ വന്ന് നമുക്ക് ഇപ്പം തന്നെ അത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു സിമ്പത്തിയും എംപത്തിയും ഉള്ള കുറേ ആൾക്കാരാണ് കോഴിക്കോട് ഈ ഒരു ഇവൻറ്റിൽ ഞാൻ കിട്ടുന്നത്. ഞാൻ കുറേ സ്റ്റേജസ് ചെയ്യുന്ന ഒരാളാണ്. സോ ഇറ്റ് ഇസ് വെരി ഡിഫറെൻറ്റ്. അപ്പം അത് സോൾവ് ചെയ്യണം. എത്ര വലിയ ഇവൻറ്റ് ആണെങ്കിലും പ്രയോറിറ്റി വാസ് ദിസ്. സോ എപ്പോൾ ഇങ്ങനെ ആൾക്കാർ പേര് പറഞ്ഞാലും ഞാൻ സ്റ്റേജിൽ കയറി പേര് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഞാൻ ഈ പേര് അനൗൺസ് ചെയ്തിരിക്കുമ്പോൾ ആദ്യം നടന്ന ഇൻസിഡൻ്റ് ആണ് എൻ്റെ കേസിൽ മറ്റെല്ലാവരും കണ്ട വീഡിയോ. ഞാൻ എന്ത് ബോറാണെന്ന് പറയുന്ന സാധനം. ഞാൻ കൊച്ചിൻ്റെ പേര് വായിച്ചുകൊണ്ടിരുന്നപ്പം സഡൻലി ഒരു ചെക്കൻ ഇങ്ങനെ ആ കുട്ടി അവിടെ ഉണ്ടെന്ന് പറയാണ്. ബേസിക്കലി അവിടെ ഉണ്ടായിരുന്നില്ല. ആ കൊച്ചിൻ്റെ ഫ്രണ്ടിന് അവരുടെ അറ്റൻഷൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അവിടെ അവൻ്റെ ഫ്രണ്ട് എന്തോ ബുർക്ക പോലത്തെ ഒരു സാധനം, ബുർക്കയല്ല, ദുപ്പട്ട വെച്ച് ഇങ്ങനെ പെണ്ണിനെ പോലെയൊക്കെ ഡ്രസ്സ് ചെയ്ത് നിന്നു. എന്നിട്ട് അതെ ഇവിടെ ഉണ്ട് എന്ന് പറയാം. ലൈക്ക് മേക്കിംഗ് എ മോക്കറി ഓഫ് എ സീരിയസ് സിറ്റുവേഷൻ. അതാണ് എനിക്ക് ദേഷ്യം വന്നത്, മനസ്സിലായില്ലേ? സോ ഐ വാസ് ലൈക്ക് എന്ത് ബോറാണ് ബ്രോ എന്ന് പറഞ്ഞിട്ട്. സോ ഐ കോൾഡ് ഹിം ഔട്ട്. ദാറ്റ്സ് ഓക്കെ. ഇതേ സംഭവമാണ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ നടന്നത്. അപ്പോൾ ടൊവിനോ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ടൊവിനോയ്ക്കും ദേഷ്യം വന്നു. പക്ഷേ ടൊവിനോ എന്നെക്കാട്ടും കുറച്ചുകൂടെ എന്താ പറയുക, മെച്ചോർ ആയതുകൊണ്ടായിരിക്കാം. ഹി ഹാൻഡിൽഡ് ഇറ്റ് ഇൻ എ മച്ച് മോർ കാമർ വേ. പക്ഷേ ഹി വാസ് വെരി ആംഗ്രി ഓൾസോ. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, അതുപോലെ തന്നെ നിങ്ങൾ പ്രേക്ഷകരും ഇത്രയും അധികം ആ വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വരുമ്പോഴും എങ്ങനെയാണ്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ആണ് അൺഫോർച്ചുനേറ്റ്ലി ഇത് ചെയ്യുന്നത്, കുറച്ച് എന്താ പറയുക, വിവരമില്ലാത്ത അല്ലെങ്കിൽ ബോധേഡ് അല്ലാത്ത, സ്വന്തം കാര്യം മാത്രം കൺസേൺഡ് ആയിട്ടുള്ള, അറ്റൻഷൻ ആവശ്യമുള്ള കുറച്ച് ആൾക്കാർ. അതിപ്പം മെയിൽ ഫീമെയിൽ എന്നൊന്നുമില്ല, ഫീമെയിലും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ബിക്കോസ് ഐ ടെൽ യു അനദർ ഇൻസിഡന്റ് റൈറ്റ് ആഫ്റ്റർ ദാറ്റ്. സോ അത് നടന്നപ്പം ഒബ്വിയസ്ലി നമ്മളൊരു ഷോ ചെയ്യുന്നതിൻ്റെ ആ ഇമ്പോർട്ടൻസ് ഒക്കെ മറന്ന് ഈ കൊച്ചുങ്ങളെ കണ്ടുപിടിക്കേണ്ട ഒരു ഇതിൽ നിൽക്കുമ്പോൾ സഡൻലി ദീസ് ഗൈസ് ആർ ബിഹേവിംഗ് ലൈക്ക് ദിസ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ദേഷ്യം വന്നത്. ഇത് റിപ്പോർട്ട് ആയപ്പം ടൊവിനോ പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, രണ്ടും വേറെ ഇൻസിഡന്റ് ആണ്. ഇതുപോലെ 10-20 പ്രാവശ്യം ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും കിട്ടി. പിന്നെ ഈ സംഭവത്തിൽ ഒരു കാര്യം ചോദിച്ചില്ലെങ്കിൽ അതെന്റെ തെറ്റാണ്. വാട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇസ്, ഇത്രയും അധികം ആൾക്കാർ ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് അവരുടെ മക്കളെ ആൾക്കാർ ലൂസ് ചെയ്യുന്നത്? അതും 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ്. ഹൗ ആർ യു ലൂസിങ് യുവർ ചിൽഡ്രൻ? അത്ര ഇറസ്പോൺസിബിൾ ആയ ഒരു പേരന്റ് ആണോ നിങ്ങൾ? ഇതിപ്പോൾ കോഴിക്കോട് ബീച്ചിൽ നടന്ന ഇൻസിഡന്റ് മാത്രമല്ല ഞാൻ പറയുന്നത്, ജനറലി ഇത് ഇങ്ങനെ വലിയ ക്രൗഡ്സ് വരുന്ന എല്ലായിടത്തും ആൾക്കാരെ കാണാതാവാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, കുറച്ച് യങ് കൂട്ടുകാരൊക്കെ കൂടെ വന്ന കുറച്ച് ചെക്കന്മാരും പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഐ ക്യാൻ സ്റ്റിൽ ഇമാജിൻ അവർ കെയർലെസ് ആണ്, അവരുടെ ഏജിൽ ആ ഒരു കളിതമാശ കൂടുതലാണ്. പക്ഷെ നമ്മളുടെ കൂടെ, എൻ്റെ ഒരു അച്ഛനും അമ്മയുമായ ആൾക്കാരുടെ കൂടെ വരുന്ന മക്കളിൽ എങ്ങനെയാണ് ആൾക്കാരെ ലൂസ് ചെയ്യുന്നത്? സോ ഐ ഫീൽ ദാറ്റ് എ ബിഗ് chunk of that burden needs to go to the parents. Because how are you losing? എന്തിനാണ് ഇത്രയും ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്നത് കൺട്രോൾ ഇല്ലാത്തൊരു ക്രൗഡിൻ്റെ ഒരു ഏരിയയിൽ, എസ്പെഷ്യലി ഫ്രീ പാസസ് കൂടെ? കുറച്ചൊന്ന് ആലോചിക്കാം. നിങ്ങളുടെ കൊച്ചിനെ എങ്ങാനും കാണാതെ പോയാൽ നമ്മൾ അനുഭവിക്കുന്നൊരു ട്രോമയുണ്ട്.
മനസ്സിലായില്ലേ? ബിക്കോസ് ഐ മീൻ ഐ കാൺട്ട് ഈവൻ ഇമാജിൻ. ഞാൻ അവിടെ കണ്ടു അത് കുറച്ച് ആൾക്കാരുടെ ഫേസിൽ ആ പരിഭ്രാന്തി, ആ ഒരു ഫിയർ, ആ ഒരു ടെൻഷൻ. ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. നത്തിങ് ഇൻ ദ വേൾഡ് ഇസ് വർത്ത് ഇറ്റ്. സോ പ്ലീസ് ബി മോർ റെസ്പോൺസിബിൾ. ഓക്കെ, ഇത് ഇന്നും ഇന്നലെ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യമല്ല. ഒരു വലിയൊരു സ്റ്റേജ് ഷോയിൽ വരുമ്പം കുറേ ആക്ടേഴ്സും സെലിബ്രിറ്റീസും ആരായാലും അങ്ങനത്തെ ആൾക്കാർ വരുമ്പം ആൾക്കാർക്ക് തലയിൽ പ്രാന്തായ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഐ നെവർ അണ്ടർസ്റ്റുഡ് ദാറ്റ്. ഓക്കെ, ഇറ്റ്സ് ഗ്രേറ്റ് ഫോർ ദ ഷോ, ഇറ്റ്സ് ഗ്രേറ്റ് ഫോർ ദി എനർജി, ഓൾ ദാറ്റ് ഇസ് ഗ്രേറ്റ്, ബട്ട് ബി സ്മാർട്ട് അബൌട്ട് ഇറ്റ്. കുറച്ച് യൂസ് ചെയ്യാൻ മൂള ലൈക്ക് ഐ നെവർ അണ്ടർസ്റ്റുഡ്. അത് ഒരു കാര്യം. എന്നിട്ട് ഞാൻ ഈ ലിസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുക. 5 വയസ്സ്, 7 വയസ്സ്, 9 വയസ്സ്, 11 വയസ്സ്, പെട്ടെന്ന് 25 വയസ്സെന്നൊക്കെ. 25 വയസ്സായുള്ള ആൾക്കാർ എങ്ങനെയാ കാണാതാവുന്നത്? ലൈക്ക് ഇത് കാണാതാവുന്നതാണോ അവരുടെ കൂട്ടുകാരിൽ നിന്നും കൂട്ടം വിട്ടു പോകുന്നതാണോ? സോ ഐ എം സെയിങ്, ഈ ഓഡിയൻസിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഓഫ് കോഴ്സ് ഓർഗനൈസേഴ്സ് ഹാവ് ടു ഡു ദെയർ ബിറ്റ്. നന്നായി ഓർഗനൈസ് ചെയ്യണം, വാട്ടർ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. പക്ഷെ അത് അവരുടെ എത്തിക്കാനുള്ള ഒരു മീഡിയം അവിടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് അത്രയധികം ജനമായിരുന്നു. അവിടുത്തെ പോലീസ് ഫോഴ്സും എല്ലാവരും ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടാണ് ഇത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഷോ തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് കൺട്രോൾ വന്നു കേട്ടോ. ഐ ഹാവ് ടു ടെൽ യു ദാറ്റ് ഹാപ്പൻ റിയലി വെൽ. ദി ഓഡിയൻസ് ഇസ് എക്സലന്റ്. ഐ ലവ് കോഴിക്കോട് ഓഡിയൻസ്. ദ ദ ബെസ്റ്റ് ഇൻ ടേംസ് ഓഫ് എനർജി. ഭയങ്കര രസം അവിടെ ഷോസ് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും അധികം ആൾക്കാർ വരുമ്പം നെക്സ്റ്റ് ടൈം നിങ്ങളൊരു ഷോന് പോകുമ്പോൾ നിങ്ങൾ തന്നെ ഒരു ബോട്ടിൽ വെള്ളം കയ്യിൽ കരുതുക എന്നൊരു അഡ്വൈസ് എനിക്ക് തരാറുണ്ട്, പബ്ലിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണെങ്കിൽ. ബിക്കോസ് ആ ഓഡിയൻസിൻ്റെ ഇടയിൽ സ്റ്റക്കായി പോയാൽ പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര പേരെ തലയിറങ്ങി വീണെന്നറിയാമോ? എൻ്റെ പകുതി ജോലി തലയിറങ്ങിയ ആൾക്കാരെ അതിനകത്തൊന്നും പുറത്തേക്ക് ആക്കുമായിരുന്നു. ഇറ്റ്സ് ഓക്കെ, വി ആർ ഹാപ്പി ടു ഡു ദാറ്റ്, നോ പ്രോബ്ലം അറ്റ് ഓൾ. ബട്ട് സംവെയർ ഐ ഫീൽ എന്തോ ഒരു ബട്ടൺ ഓഫ് ആയി പോവും ക്രൗഡ്സിൽ എത്തുമ്പോൾ ആൾക്കാർക്ക്. സംതിങ് എൽസ് ഹാപ്പൻസ്. അതുകൊണ്ടാണ് ഈ മോബ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം. ഇത് ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. ഓക്കെ, ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു റിമെമ്പർ, പണ്ട് ഒരു കാലത്ത് കണ്ണൂർ ഞാൻ മാരഡോണ വന്ന ഒരു ഇവൻറ്റ് ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ കുറേ റൂമേഴ്സ് ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഹാവ് ഹേർഡ് ഇറ്റ്, ബട്ട് ലെറ്റ് മീ റിമൈൻഡ് യു വൺസ് അഗൈൻ. ഓക്കെ, മാരഡോണ വന്നു. ഫസ്റ്റ് ടൈം ഈസ് കമ്മിങ് ടു കേരള. ഓഫ് കോഴ്സ് ഫുട്ബോൾ ഗോഡ്. കണ്ണൂരിലാണ്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ക്രേസിയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. മേ ബി എ ഫ്യൂ ലാക്സ് ഓഫ് പീപ്പിൾ. 1-2 ലക്ഷം ആൾക്കാരായിരുന്നു അവിടെ ഉള്ളത്. ഓക്കെ, സോ നൗ ഈ ആൾക്കാരുടെ വിചാരം ആ സമയത്ത് ഞാനും മാരോടും ഭയങ്കര ഫ്രണ്ട്സാണ്. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ സ്റ്റേജിൽ കാണുന്നത്. സ്റ്റേജ് കഴിഞ്ഞാൽ അദ്ദേഹം പോയപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ആ സമയത്ത് അർജന്റീനിയൻ ന്യൂസ് പേപ്പറിലൊക്കെ ഞാൻ ആളുടെ ഗേൾ ഫ്രണ്ട് എന്നൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. വിച്ച് ഇസ് കൈൻഡ് ഓഫ് കൂൾ. താങ്ക് യു വെരി മച്ച്. ബട്ട് ഐ ഡിഡ്ന്റ് ഈവൻ നോ ഹിം. സോ അതിന് വേണ്ടി ഞാൻ ബൈ ഹാർട്ടായിട്ട് സ്പാനിഷിൽ കുറച്ച് ലൈൻസ് ഒക്കെ പഠിച്ചിട്ട് പോയ ഒരു ഇൻസിഡന്റ് ആണ്. സോ എനിവേ, ഫർഗെറ്റ് ഓൾ ദാറ്റ്. വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ഓൺ സ്റ്റേജ്. സോ നമുക്ക് ഒരാളുടെ എനർജി ഫീൽ ചെയ്യാമല്ലോ. ഇപ്പോൾ ഒരാൾ സ്റ്റേജിൽ വരുമ്പോൾ ഹീസ് ഫൺ എന്ന് മനസ്സിലായി. സോ ഐ ഹാഡ് ഫൺ. Okay, so he hugged me, we danced, he even kissed me on stage. Obviously, ഇതിൻ്റെ റിപ്പർക്കഷൻ ഞാൻ ആലോചിച്ചില്ല because I don't think so much. അതൊക്കെ കഴിഞ്ഞു. What happens is, okay, every time ഞാൻ ചെയ്ത വലിയ സെലിബ്രിറ്റീസ് വന്ന് ഏത് ഷോ ആണെങ്കിലും ഈ സെലിബ്രിറ്റി, വെദർ ഇറ്റ്സ് മാരഡോണ, വെദർ ഇറ്റ്സ് ഷാറുഖ് ഖാൻ, വെദർ ഇറ്റ് ഇസ് whoever, right, അവർ സ്റ്റേജിൽ നിന്ന് ഓടി രക്ഷപ്പെടും. സ്റ്റേജിൽ അവശേഷിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും അവസാനം. ഈ somewhere I feel ഈ സെലിബ്രിറ്റിയുടെ ഓറ, അവരുടെ ഒരു എനർജി, ദാറ്റ് കൈൻഡ് ഓഫ് ആൾക്കാർ അത് കണക്ട് ചെയ്യുന്നത് സംവെയർ ടു ദി പീപ്പിൾ ഓൺ സ്റ്റേജ് ആണ്. അതിലൊരാൾ ഞാനും കൂടി ആയിരുന്നു. സോ മാരഡോണയുടെ ഷോ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പം ആൾക്കാരുടെ തലയിൽ അവർക്ക് മാരഡോണയുടെ അടുത്തെത്താൻ പറ്റിയില്ലല്ലോ. ഞാനിതാ ഡാൻസ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, തമാശ പറയുന്നു, ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്നു. ആ ഫുൾ മാരഡോണയുടെ ഉള്ള ഒരു ക്രേസി what do you call it, like mad fandom, അത് ഫുൾ എൻ്റെ മേത്തേക്ക് വന്നു. അൺഫോർച്ചുനേറ്റ്ലി സെക്യൂരിറ്റി വാസ് വെരി ബാഡ്. ഓക്കെ, എൻ്റെ വണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞ് എന്നെ പുറത്തേക്ക് ഇറക്കി നോക്കിയപ്പം വണ്ടിയില്ല. ഈ ക്രേസി ആയിട്ടുള്ള മാരഡോണയെ തൊടാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ എൻ്റെ മേത്തേക്കാണ് തൊടാൻ വന്നത്. ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഒരു പെണ്ണായിപ്പോയി. അതും എൻ്റെ മേത്ത് തൊട്ടാൽ വളരെയധികം പ്രതികരിക്കുന്ന ഒരു പെണ്ണായിപ്പോയി. ഐ വിൽ നെവർ forget this in my life. I must have been between 27 to 30 years old. I don't remember. കണ്ണൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങുന്നു. എൻ്റെ ചുറ്റും ഇവന്റ് മാനേജേഴ്സ് ഒരു 5 പേര് നിൽപ്പുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട്. അതിന് ചുറ്റും ഒരു 200-300 ആൾക്കാർ. ഐ ഫെൽറ്റ് ലൈക്ക് എന്താ പറയുക, ഒരു ലയൺ പോലും അല്ല, ഒരു പാവം ആനിമൽ ഇൻ എ കേജ്. ഇതിന് ചുറ്റും ഇറങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഐ എം തിങ്കിങ് ഈ ആൾക്കാർ എന്തിനാ എന്നെ കണ്ടിട്ട് ഇത്രയും റിയാക്ഷൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനല്ല, ഇത് മാരഡോണയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് രഞ്ജിനി അനുഭവിക്കുന്നത്. ഡൂഡ്, യു വോണ്ട് ബിലീവ് ഇറ്റ്. ഇങ്ങനെ അപ്പോൾ അവരൊക്കെ ഹായ് രഞ്ജിനി, നല്ല കുറേ പേരാണ്. അതിനിടയിൽ ഒരാൾ കൈ പിടിച്ച് ലൈക്ക് ഹീസ് ട്രൈങ് ടു ഗ്രാബ് മീ. ഐ വിൽ നെവർ ഫർഗെറ്റ് ഇറ്റ്. ആൻഡ് ഐ ജസ്റ്റ് കം ഔട്ട് ആഫ്റ്റർ എ ഷോ ഡൂഡ്. സോ കൈ പിടിച്ചപ്പോൾ ഞാൻ കൈ പിടിച്ചു. ഓക്കെ, എന്നിട്ട് രഞ്ജിനിയുടെ വക ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് കുറെ തെറി അതിന് വേണ്ടി ഞാൻ കിട്ടും. ബിക്കോസ് somebody tried to touch me and I reacted like I'm sorry for saying this. എന്നെ ആര് തൊടാൻ വന്നാലും എൻ്റെ പെർമിഷൻ ഇല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കും.
അത് ഇന്നാണെങ്കിലും അന്നാണെങ്കിലും ആൻഡ് യു മസ്റ്റ് ഡു ദ സെയിം. സോ നിങ്ങൾ പറയുന്ന ഈ അബ്യൂസും ഒന്നും ഞാൻ കേൾക്കാൻ ഐ എം നോട്ട് ഗോയിങ് ടു സിറ്റ് ആൻഡ് ലിസൺ ടു ഇറ്റ് ദെൻ ആൻഡ് നൗ. വൈ? ബിക്കോസ് it's my body, right? Like I don't understand people's mentality. Anyway, forget that. So ഞാൻ ആദ്യം കൈ പിടിച്ചു, രണ്ടാമത് I pushed him away and then I screamed. അവിടെ പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. I said, നിങ്ങൾ എന്ത് പോലീസാണ്? യു ആർ സപ്പോസ് ടു പ്രൊട്ടക്ട് മീ. എന്നെ പുറത്തേക്ക് എടുക്കുന്നതിന് പകരം അവരവിടെ ഐ ഡിഡ്ന്റ് ഈവൻ അണ്ടർസ്റ്റാൻഡ്. എന്നിട്ട് ഞാൻ ഒച്ച ഉണ്ടാക്കിയപ്പോൾ ആൾക്കാർ ഒരു 2 സെക്കൻഡ് ഒന്ന് ഷോക്കിലേക്ക് പോകില്ലേ? സത്യമായിട്ട് ഞാൻ അടികൊണ്ട് ചാവാത്ത എൻ്റെ ഭാഗ്യമാണ്. പെട്ടെന്ന് ഷോക്കിലേക്ക് പോയി അതൊരു ഡിസ്ട്രാക്ഷനായി കോസ് ചെയ്തപ്പം ഞാൻ തന്നെ ഓഡിയൻസിനെ ഉന്തിത്തള്ളി ഓടി ഏതോ ഒരു വണ്ടിയിൽ ഞാൻ വണ്ടി നിർത്തി. ഓട്ടോ ചേട്ടന്മാരൊക്കെ ഉണ്ട്, ചേട്ടാ പോകുമെന്ന് പറയുമ്പോൾ അവർ രഞ്ജിനി എന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. എന്നിട്ട് ഞാൻ ഈ മാതൃഭൂമി, ഐ തിങ്ക് ഇറ്റ് വാസ് മാതൃഭൂമിയുടെ പ്രസിന്റെ വണ്ടി, ഞാൻ വണ്ടീനെ നിർത്തി ചേട്ടാ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഏതോ ചേട്ടൻ്റെ മടി കയറി ഇരുന്ന് ആണ് ഞാൻ പോയത്. ചേട്ടൻ്റെ ഭാര്യ പുറകിലുണ്ടായിരുന്നു. സോ ഐ എം വെരി സോറി ബട്ട് എൻ്റെ ജീവനെ എന്നിട്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ അവിടെ പോയത്. ന്യൂസ് പിറ്റേ ദിവസം വന്നത് എന്താ, രഞ്ജിനി ഹരിദാസ് കണ്ണൂരിൽ ആളെ തെറി വിളിച്ചു എന്ന്. ഐ എം ലൈക്ക് എന്നെ പീഡിപ്പിക്കാൻ നോക്കിയതോ? നോബഡി കെയർസ്. സോ കുറെ ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ കുറെ മിസ്ക്രിയൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ തെണ്ടികൾ. ഓക്കെ, 1000 പേരിൽ ഒരു 5 പേർ, 10,000 പേരിൽ ചിലപ്പം ദാറ്റ് വിൽ ബി 5 into ദാറ്റ് ക്വാണ്ടിറ്റി, 1,00,000 പേരിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ നടക്കുമ്പോൾ ഈ കുരങ്ങന്മാർ കയറി ഇടയിൽ വരും എല്ലാവരുടെയും പേര് ചീത്താക്കാൻ വേണ്ടി. ഇപ്പം കോഴിക്കോട് നടന്ന കുറച്ച് സ്മോൾ ബോയ്സ് അവർ ചെയ്ത കാര്യം വേറെയാണ്, ഇത് കണ്ണൂരിൽ ചെയ്ത് വേറെ കാര്യമാണ്. പക്ഷെ ഇത് അവസാനം പബ്ലിക്കിലേക്ക് വരുമ്പം കണ്ണൂരിന് ഐ എം സോ ഹാപ്പി. ലെറ്റ് മീ ടെൽ യു ദ ഡിഫറൻസ്. അന്നത്തെ കാലത്ത് ക്യാമറ ഫോൺസ് ഇല്ല, അന്നത്തെ കാലത്ത് എല്ലാവരും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് നീലക്കോയിലും ഇല്ല, ബട്ടർഫ്ലൈ എന്റർടൈൻമെന്റ്സും ഇല്ല, ഇവരാരും ഇല്ല. അന്നത്തെ കാലത്ത് ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം കറക്റ്റ് ആയിട്ടുള്ള ഇൻസിഡന്റ് പുറത്ത് വന്നേനെന്ന് ഞാൻ ഇന്ന് ഈ അതിരടി ഫെസ്റ്റ് നടന്നപ്പോൾ ഞാൻ ആലോചിച്ചു. ബിക്കോസ് അന്ന് തെറി വിളിച്ച അതേ ആൾക്കാരല്ല അവരുടെ അടുത്ത ജനറേഷൻ ഇന്ന് ഞാൻ ചെയ്ത് കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇന്ന് ഞാൻ ഒന്നും ചെയ്തില്ല ആക്ച്വലി. ഇത് ബോറാണ്. നിന്റെ അമ്മയാണോ ആണെങ്കിൽ നീ ഇങ്ങനെ, നിന്റെ അമ്മയാണ് കാണാതായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയൂ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അന്ന് ഒരാൾ എന്നെ കയറി പിടിക്കാൻ വന്നപ്പം ഞാൻ കൈ പിടിച്ചത് ആരെങ്കിലും വീഡിയോടുത്തുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹവ് ബീൻ സെലിബ്രേറ്റഡ്. ദെൻ ഐ വാസ് തിങ്കിങ് ആൻഡ് ഐ വാസ് ലൈക്ക്, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇവരൊക്കെ കൊള്ളാം. because they were there, because these videos were there for proof, people believed it then and there. You know what I'm saying? So it's crazy. So ഈ crowdൽ ഇത് എപ്പോഴും സംഭവിക്കാം. You think this is the only incident I've had? Oh my God, I have so many incidents I can tell you. Another incident. Forget single individualistic incidents. ഇപ്പോൾ for example സ്റ്റേജിൽ എന്നെ ആൾക്കാർ മോശമായി സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. അതൊക്കെ വലിയ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്തതാണ്. പക്ഷേ ഇതിനെക്കാട്ടൊക്കെ വലിയ പ്രശ്നമാണ് ഈ മോബ് മെൻറ്റാലിറ്റി വരുമ്പോൾ. ഒരു പ്രാവശ്യം ഞാനും ഐ തിങ്ക് റോമ ആൻഡ് വൺ അതർ ആക്ട്രസ് ഏതോ ഒരു ജ്വല്ലറി ഇനോഗ്രേഷന് പോവാണ്. ഓക്കെ, ഐ വോണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ദ മൈൻഡ് സെറ്റ് ഓഫ് പീപ്പിൾ. ഓക്കെ, ഈ ജ്വല്ലറി ഇനോഗ്രേഷന് പോകുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഏതോ വലിയ വണ്ടി കയറുന്നു. ഐ കാണ്ട് ഈവൻ റിമെമ്പർ ദ നെയിം ഓഫ് ദ കാർ, ലൈക്ക് സം ഫാൻസി കാർ. ഓക്കെ, അത് കാറിനകത്തിരിക്കുന്നു, ഞങ്ങൾക്ക് ചിരിക്കുന്നു. ജ്വല്ലറി ഷോപ്പിന് അടുത്ത് വന്ന് നിൽക്കുന്നതിന് മുമ്പ് ഡൂഡ് കാറിന് മുകളിൽ എല്ലാവരും അടിക്കുന്നു. ഐ എം ലൈക്ക്, ഹൗ ഡെസ്പറേറ്റ് ആർ പീപ്പിൾ? ലൈക്ക് വൈ? ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു, ഞങ്ങൾക്ക് ആരാ? ഐ എം ലൈക്ക് ഇവര്. ഞാൻ വിചാരിച്ചു പിന്നെ റൂമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടിയായിരിക്കും അടിയുന്നത്, ഞാനവിടെ സൈഡിൽ കൂടെ. ആൻഡ് ഐ എം തിങ്കിങ് വാട്ട് ഈസ് ഗോയിങ് ഓൺ? ലൈക്ക് അടിക്കുന്നത് ഓക്കെ, പിടിച്ച് കുലുക്കുന്നു. ആൻഡ് ഐ എം ലൈക്ക്, ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ അടിച്ചു പോയി. പിന്നെ ഞാൻ ആങ്കർ ആണല്ലോ, എനിക്ക് എൻ്റെ വിചാരം എനിക്ക് എല്ലാ ക്രൗഡിനെയും ഹാൻഡിൽ ചെയ്യാം എന്നാണ്. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പേടി. സോ ഐ വാസ് ലൈക്ക്, പേടിച്ചിരിക്കുന്ന കാര്യമാണ്, നമ്മൾ കാശ് വാങ്ങിച്ച് ജോലിക്ക് വന്നിരിക്കുകയാണ്, ലെറ്റ്സ് ഗോ ആൻഡ് ഇനോഗ്രേറ്റ്, ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ടു ഡു. സോ ഐ സെഡ്, നിങ്ങൾ ഡോർ ഓപ്പൺ ചെയ്യൂ, ഞാൻ കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞ എൻ്റെ ഒരു അഹങ്കാരം ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് വണ്ടിയുടെ പുറകെ ചേട്ടന്മാരെ ചേച്ചിമാരെ കം ഓൺ ലെറ്റ്സ് ഇനോഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോവാണ്. അതിനിടെ കൂടെ എൻ്റെ ദുപ്പട്ട എവിടെയോ പോയി, എൻ്റെ ചപ്പൽ എവിടെയോ പോയി, ഞാൻ എങ്ങനെയോ ഫുൾ ക്ലോത്ത് ആയിട്ട് അവിടെ അകത്തെത്തി. പക്ഷേ ഇറ്റ് വാസ് നോട്ട് സോ ബാഡ്. എങ്ങനെയോ എൻ്റെ മറ്റേ 2 ആക്ടേഴ്സിനെയും കൂടെ പിടിച്ച് വലിച്ച് നമ്മൾ അവിടേക്ക് എത്തി. അപ്പോൾ ഈ പോലീസൊക്കെ മറ്റേ ഓഡിയൻസിനെ തള്ളി മാറ്റാണ്. അതിലവിടുത്തെ SIO CIO സാറോ എന്തോണ്ട് ഇങ്ങനെ പുഷ് ചെയ്യുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആ പുഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അകത്തേക്ക് എങ്ങനെയോ കയറി. ഇമാജിൻ, ഒരു ഇനോഗ്രേഷന് പോയിട്ട് പുറത്ത് നിന്ന് നാട് മുറിക്കേണ്ട ഞങ്ങൾ ഇനോഗ്രേഷൻ ഒന്നും ചെയ്തില്ല, നേരെ ഞങ്ങളെ അകത്തേക്ക് കയറ്റി ഷട്ടർ ഇട്ടു. സോ ബേസിക്കലി ഇനോഗ്രേഷൻ ആ സമയത്ത് നടന്നില്ല. അപ്പോൾ ഈ പോലീസ് ഓഫീസേഴ്സ് കുറച്ചുപേർ ഇങ്ങനെ ഒരു പോലീസിന് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. യു വോണ്ട് ബിലീവ് ഇറ്റ്, ഓഡിയൻസിൽ നിന്ന് ഒരാൾ ബ്ലേഡ് വെച്ച്, ഓക്കെ, ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, ആ പോലീസ് ഓഫീസറിന്റെ കൈയൊക്കെ ഞങ്ങളുടെ അടുത്താണ്, ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തു. അത് കൊണ്ടത് ഈ പോലീസ് ഓഫീസറിന്റെ കയ്യിലാണ്. ആൻഡ് ഹി വാസ് ബ്ലീഡിങ്. ലക്കിലി നേരമ്പൊന്നും ആയില്ല. ആൻഡ് ഐ വാസ് തിങ്കിങ്, ദൈവമേ, ഞങ്ങളിലെ ആർക്കെങ്കിലും അത് ഇറ്റ് കുഡ് ബി എനി ഓഫ് us. ദിസ് is the kind of miscreants that are out there.
ഐ റിയലൈസ്ഡ് ഇറ്റ് വെരി യങ്. അതുപോലെ ചില സമയത്ത് അമ്പലപ്പറമ്പിൽ പോകുമ്പോഴും ലൈക്ക് നമ്മളെ പിടിച്ച് മാന്തും, നമ്മളെ പിടിച്ച്, ഞാനാണെന്ന് പറയുന്നില്ല ഏത് സെലിബ്രിറ്റി ആണെങ്കിലും ചിലവർ കടിക്കും. I've never understood why all these things happen, right? So then slowly നമ്മൾ കുറച്ച് അഗ്രസീവ് ആവാൻ തുടങ്ങി, നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് അഹങ്കാരം അങ്ങനത്തെ ലേബിൾസ് ഒക്കെ വരുന്നത്. പക്ഷേ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. സോ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഈസ് ദാറ്റ് സേഫ്റ്റി എന്ന് പറയുന്നത്, അത് എൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത്, അത് ആദ്യം നോക്കണം ഞാൻ തന്നെയാണ്. അതിപ്പോൾ ക്രൗഡിൽ വരുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി, നിങ്ങളുടെ മക്കളുടെ സേഫ്റ്റി, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സേഫ്റ്റി നിങ്ങൾ നോക്കുന്നത് ഇസ് യോർ റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി മറ്റുള്ള ആൾക്കാരുടെ തലയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം സ്റ്റേജ് ഷോസിൽ പോകുമ്പം ഐ മേക്ക് ഷുവർ എൻ്റെ ചുറ്റും, അല്ലെങ്കിൽ എൻ്റെ വണ്ടി റെഡിയാണ്, എൻ്റെ ചുറ്റും ഒരു സെറ്റപ്പ് ഉണ്ട്, അല്ലാതെ ഞാൻ പോവില്ല. ബിക്കോസ് വൈ വുഡ് ഞാൻ, അല്ലെങ്കിൽ ഐ വിൽ ബി ദ വിക്ടിം, റൈറ്റ്? ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ബി വിക്ടിമൈസ്ഡ്, ഐ ഡോണ്ട് വാണ്ട് ടു സഫർ. സോ ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ്സ് ഉള്ള ആൾക്കാർ എപ്പോഴും ഉണ്ടാവും ഈ ക്രൗഡിനിടയിൽ. ഓക്കെ, അത് നമ്മൾ എത്ര അമേസിംഗ് ആയിട്ടുള്ള ഇവൻറ്റ് ഓർഗനൈസ് ചെയ്താലും അത് മാനേജ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൾട്ടാണ്. അത് മാനേജ് ചെയ്യാൻ ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു രീതി ഈസ് ടു കോൾ ദം ഔട്ട്. യുനോ, ഐ വിൽ സേ, ആൻഡ് കൂട്ടത്തിൽ ഇരുന്ന് എന്തും തെറിയ ആൾക്ക് വിളിക്കാം. ഇപ്പം നമ്മുടെ ഓൺലൈനിൽ നടക്കുന്ന ആളാണല്ലോ, ഫേസ് ഇല്ലാത്തതുകൊണ്ട് യു കൻ സേ എനിത്തിങ്. പബ്ലിക്കിലും അങ്ങനെ തന്നെയാണ്. ഒരു 1000-10,000 ആൾക്കാരിൽ നിന്നും ആർക്കും എന്തും പറയാം. നമുക്ക് അവരുടെ മുഖം നമ്മൾ കാണില്ല എന്ന് അവർ വിചാരിക്കുന്നു. ബട്ട് ഇഫ് യു ആർ ഓൺ സ്റ്റേജ്, ഞാൻ സ്റ്റേജിലാണെങ്കിൽ ഐ വിൽ സ്റ്റോപ്പ് ദ ഷോ, ഐ വിൽ കോൾ ഹിം ഔട്ട്, ഐ വിൽ ടെൽ ദ ക്യാമറ ടു ഫോക്കസ് ഓൺ ഹിസ് ഫേസ്. എല്ലാവരെയും കാണിച്ചു കൊടുക്കും ദിസ് ഇസ് ദ തിണ്ടി. വൈ? ബിക്കോസ് നോബഡി ലൈക്സ് ദാറ്റ് അറ്റൻഷൻ. ആ അറ്റൻഷൻ അവരിലേക്ക് പോകുമ്പോൾ മിണ്ടാതെ അവർ പൊക്കോളും. അത് ഞാൻ വളരെ നേരത്തെ പഠിച്ചതാണ്. സോ അതാണ് ഇപ്പം ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ജോബ് ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. ആൻഡ് ഇഫ് യു ആർ എ ഹോസ്റ്റ് യു ഷുഡ് ഡു ഇറ്റ്. ബിക്കോസ് ചില സമയത്ത് നമ്മൾ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു തെറിവിളി കേൾക്കും സൈഡിൽ കൂടെ. ഒരാവശ്യം ഉണ്ടാവില്ല, വേറെ എന്തോ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും. അപ്പൊ ഐ വാസ് ലൈക്ക്, ആരാ അത് പറഞ്ഞേ? അപ്പൊ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർ പറഞ്ഞു തരും, ഈ ചേട്ടനെ പറഞ്ഞു തന്നെ. ഐ വാസ് ലൈക്ക്, ഓ വെരി ഗുഡ്. എന്നിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയിട്ട് ചേട്ടനായിട്ടൊരു കോൺവെർസേഷൻ. എന്താ ചേട്ടാ പ്രശ്നം? ബിക്കോസ് that is the only way. So the reason I think now I know why I'm doing this video is, if there are people in a crowd that are misbehaving, crowdil misbehave ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ the only way you can stop that from happening is call it out. അറ്റൻഷൻ കൊണ്ടുവരാം അതിലേക്ക്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഈ സിറ്റുവേഷൻ കഥ വേറെ കേട്ടോ. ഇത് ഞാൻ പബ്ലിക് ക്രൗഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പബ്ലിക് സ്പേസസിൽ ഇങ്ങനെ നടക്കുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. യു ഹാവ് ടു ഓൾവേസ് പ്രൊട്ടക്ട് യുവർ സെൽഫ്. ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ ലോകത്ത് ലൈക്ക് ഐ സെഡ് 10,000 നല്ല ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 5 അല്ലെങ്കിൽ 10, 15, 20 കുറച്ച് നോട്ട് സോ ഗ്രേറ്റ് പീപ്പിളും ഉണ്ട്. ഇത്രയും ആൺകുട്ടികളാണ് കൂടുതലും നമ്മുടെ ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് വരുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് കംസ് ഫ്രം എ ലാക്ക് ഓഫ് ഗുഡ് അപ്ബ്രിങ്ങിങ്. നല്ല അപ്ബ്രിങ്ങിങ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അവയർനെസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ഇൻ്റലിജൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറ്റൻഷൻ വേണം എന്നതുകൊണ്ടായിരിക്കാം. ഇതൊക്കെ റീസൺസ് ആണ്. ബട്ട് we have to face it, right? ഇതുപോലെ തന്നെ there were a bunch of girls that I want to talk about because I won't forget it. നമ്മളിവിടെ മാക്സിമം ട്രൈ ചെയ്യണം. ഞങ്ങളുടെ വെള്ളം എന്ന് പറഞ്ഞാൽ ക്രൂവിനുള്ള വെള്ളം കൂടെ എടുത്തു കൊടുത്തു. ഞങ്ങൾക്ക് വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്. ദിസ് വാസ് ദ അതർ ഡേ ഇവന്റ്. നൗ ക്രൂവിന് പോലും വെള്ളമില്ല, എന്നിട്ട് അത് വാങ്ങിക്കാൻ പിന്നെയും പോയി. ഓക്കെ, വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനിടയിൽ ഒരു 13 വയസ്സ് 14 വയസ്സുള്ള ഒരു 3-4 ഗേൾസ് ഇവിടെ ഫ്രണ്ടിലുണ്ട്. അലമ്പ്. അപ്പൊ ഞാൻ, ഹലോ വെള്ളമല്ലേ, ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. നിർത്തണല്ല അലമ്പ്, നിർത്തണല്ല. അപ്പൊ ഐ വാസ് ലൈക്ക്, ചേച്ചി പറഞ്ഞു ചേച്ചി കൊണ്ടുതരാമെന്ന്. ഇനി നിങ്ങൾ കിടന്ന് കറി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉള്ള എനർജി നിങ്ങളുടെ പോകാൻ പോകുന്നേ ഉള്ളൂ. There was one girl who was super mad, dude, like aggressive. Finally, I called her out and I had to say it. I said, stop it. Enta, you want attention? I will give you attention, മോളെ. അത് പറഞ്ഞതോടെ മറ്റു കൊച്ചുങ്ങളൊക്കെ, ഇല്ല ചേച്ചി ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന്. ഇത്ര നേരം കാറിയ ആൾക്കാർ. സോ ഐ എം സേയിങ് ഇത് നോട്ട് ജസ്റ്റ് ബോയ്സ്, ഓക്കെ, ദർ ആർ ഗേൾസ് ഓൾസോ. ആൻഡ് ഐ സീരിയസ്ലി ഫീൽ ഇറ്റ് കംസ് ഫ്രം ലാക്ക് ഓഫ് അറ്റൻഷൻ ആൻഡ് ലാക്ക് ഓഫ് ഗുഡ് അപ്ബ്രിങ്ങിങ്. സോ ഗൈസ്, ഇഫ് യു വാണ്ട്, പുറത്തൊക്കെ പോകുമ്പോൾ വി ഡോണ്ട് ഫേസ് സോ മച്ച് ഇഷ്യൂസ്. ഇറ്റ്സ് എ ഫാക്ട്. ഇത്രയും ആൾക്കാരെയും ഒരുമിച്ച് കാണാൻ പറ്റില്ല, പക്ഷേ കുറച്ചുകൂടെ സിവിക് സെൻസ് ഉണ്ട്. യു നോ ഐ എം സേയിങ്. അതൊന്നുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ ഐ തിങ്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരാതിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആകെ 1-2 എക്സ്പീരിയൻസസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ 25 വർഷം എക്സ്പീരിയൻസസ് കിടക്കുകയാണ് that I can talk about. Good, bad, ugly, all of it. But ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഇത്രയും അധികം ഈ കാര്യം വൈറലായപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഈ ചെക്കന്മാരൊക്കെ പണ്ടുണ്ടായിരുന്നെങ്കിൽ, ഈ ക്യാമറാസ് ഒക്കെ പണ്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടാക്കിയ ചീത്തപ്പേര് കുറേ നേരം ഓപ്പോസിറ്റ് ആയേനെ. I mean, not like I give a damn.
but it's really funny. But yeah, like I said, there's a good side to social media as well, and somehow I feel like time proves everything. So well done. Okay, itrallo my take. Potter. Bye. Oh, please subscribe to RH Factor, guys. This channel is all about just me doing me things, talking about me stuff. If you want me to talk about anything at all, I've actually got a few messages. ഇതിനെക്കുറിച്ച് സംസാരിക്കാമോ അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്കറിയാവുന്ന രീതി ഞാൻ എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കും. So I'm going to do that. But if you want me to talk about anything in particular, feel free to comment below. Okay, lots of love. I'll talk to you soon.